ആത്മീയ ആചാര്യനും ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പുലർച്ചെ 3:55 തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ അദ്ദേഹത്തെ 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നിത്യചൈതന്യതിയുടെ പ്രധാന ശിഷ്യനായിരുന്നു മുനി നാരായണ പ്രസാദ്. ജീവിതം കൊണ്ടും അക്ഷരം കൊണ്ടും പകർത്തിയ ആത്മീയ ചൈതന്യം ബാക്കിയാക്കിയാണ് മുനി നാരായണ പ്രസാദ് വിടവാങ്ങുന്നത്. എഴുത്തുകാരൻ, തത്വചിന്തകൻ, സന്യാസി എന്നിങ്ങനെ മുനി നാരായണ പ്രസാദിന് വിശേഷണങ്ങൾ നിരവധിയാണ്. വർക്കലയിലെ നാരായണ ഗുരുകുല ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1938 ഡിസംബർ 9 തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്ത് നഗരൂർ സ്കൂൾ അധ്യാപകൻ ജി മാധവന്റെയും നാരായണിയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. 958 വർക്കല നാരായണ ഗുരുകുലത്തിൽ അന്തേവാസിയായി ചേരുകയും 967 നടരാജ ഗുരുവിൽ നിന്നും ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. 1968 ഉദ്യോഗം രാജിവെച്ച ധർമ്മപ്രചാരകനായി. 1985 നിത്യചൈതന്യതിയിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. 99 നിത്യചൈതന്യതി സമാധിയായതോടെ നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനും ഗുരുവുമായി. രാജ്യത്ത് അറിയപ്പെടുന്ന ആത്മീയ ആചാര്യനായ അദ്ദേഹം ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും കുറിച്ച നിരവധി കൃതികളാണ് എഴുതിയത്. പരമ്പരാഗത ഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിലും അദ്ദേഹം സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഇന്ത്യൻ തത്വചിന്താ രംഗത്ത് നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം 2024 പത്മശ്രീ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.